സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ. റൂട്ടസ് കാലിക്കറ്റ്. ഭരണഘടന ഭാഗം 9. 1. ചുവടെ പറയുന്നവയിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിക്ക് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ സി, ലോക്സഭാ തിരഞ്ഞെടുപ്പ്. 2. ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, പൊതു താൽപര്യ ഹർജികൾ. 3. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി, 14. 4. ഗവർണർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 6 മാസം. 5. ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. 6. 91-ാം ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷമേത്? ഉത്തരം ഓപ്ഷൻ എ, 2003. 7. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, നീലം സഞ്ജീവ റെഡ്ഡി. 8. രാജ്യസഭയിലെ പ്രാതിനിധ്യം ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ആനുപാതിക പ്രാതിനിധ്യം. 9. ഇന്ത്യയിൽ നിലവിൽ എത്ര ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി, 543. 10. ഒരു ധനബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമേത്? ഉത്തരം ഓപ്ഷൻ എ, 109 ക്ലോസ് 1. 11. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി, ജെറി മാൻഡറിംഗ്. 12. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 16. 13. ദേവനാഗിരി ലിപിയിലെ ഹിന്ദിയാണ് യൂണിയന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പ്രഖ്യാപിക്കുന്ന അനുച്ഛേദമേത്? ഉത്തരം ഓപ്ഷൻ ഡി, അനുച്ഛേദം 343 ക്ലോസ് 1. 14. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, പട്ടാഭി സീതാരാമയ്യ. 15. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന ഒരു MP-യെയോ MLA-യെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, 91-ാം ഭരണഘടനാ ഭേദഗതി. 16. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു?
ഉത്തരം ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. 17 കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. 18 ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഉത്തരം ഓപ്ഷൻ സി നീതിന്യായ വിഭാഗം. 19 രാഷ്ട്രപതിക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ബന്ധപ്പെട്ട സഭയിലെ ആകെ അംഗങ്ങളിൽ കുറഞ്ഞത് എത്ര അംഗങ്ങളാണ് ഒപ്പിടേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി 1/4 അംഗങ്ങൾ. 20 2002 ഏത് കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കാവുന്നതാണ് എന്ന ശുപാർശ മുന്നോട്ട് വെച്ചത്? ഉത്തരം ഓപ്ഷൻ എ LM സിംഗ്വി കമ്മിറ്റി. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.